ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിൻ ഉടൻ ജയിൽ മോചിതയാകില്ല. നല്ല നടപ്പിന്റെ അടിസ്ഥാനത്തിൽ ഷെറിനെ ജയിൽ മോചിതയാക്കണമെന്നായിരുന്നു മന്ത്രിസഭായോഗ തീരുമാനം. എന്നാൽ സർക്കാർ ശുപാർശ ഗവർണർ പരിഗണിക്കുക സാവകാശമായും മന്ത്രിസഭായോഗത്തിന്റെ ശുപാർശ രാജ്ഭവനിലേക്ക് എത്തിയിട്ടില്ല. സർക്കാർ ശുപാർശ രാജ്ഭവനിലെത്തിയാലും വിശദ നിയമോപദേശത്തിന് ശേഷം തീരുമാനമെടുക്കാൻ രാജ്ഭവൻ നീക്കം. ചെങ്ങന്നൂരിലെ ചെറിയനാട് ഭാസ്കര കാരണവരുടെ കൊലപാതക കേസിലെ മുഖ്യപ്രതിയും മരുമകളുമായ ഷെറിനെ വിട്ടയക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. നടപടികളിൽ സംശയങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഗവർണർക്ക് പരാതിയും നൽകി. ഈ സാഹചര്യമടക്കം പരിശോധിച്ചാണ് നല്ല നടപ്പിന്റെ അടിസ്ഥാനത്തിൽ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭായോഗ തീരുമാനത്തിൽ പുനരാലോചനയ്ക്ക് രാജ്ഭവൻ ഒരുങ്ങുന്നത്. സർക്കാർ ശുപാർശ ഗവർണർ പരിഗണിക്കുന്നത് സാവകാശമാകും. മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ നിലവിൽ രാജ്ഭവനിലേക്ക് എത്തിയിട്ടില്ല. എത്തിയാൽ തന്നെ സർക്കാരിന്റെ ശുപാർശ രാജ്ഭവനിൽ പരിശോധിക്കും. വിശദമായ നിയമോപദേശത്തിന് ശേഷമാകും വിഷയത്തിൽ രാജ്ഭവൻ തീരുമാനമെടുക്കുക. രോഗികളും വനിതകളും ഉൾപ്പെടെ നിരവധി ആളുകൾ നല്ല നടപ്പ് പൂർത്തിയാക്കി അർഹരായി നിൽക്കുമ്പോഴാണ് ഒരു പ്രമുഖ മന്ത്രിയുടെ പ്രത്യേക താൽപര്യത്തിൽ ഷെറിന് വേണ്ടി ശുപാർശ മന്ത്രിസഭായോഗത്തിൽ എത്തുന്നത്. 2009 നവംബർ 7-നാണ് ഷെറിന്റെ ഭർത്തൃപിതാവ് ചെറിയനാട് തുരുത്തിന്മേൽ കാരണവയസ് വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെടുന്നത്. ജനം, തിരുവനന്തപുരം.